ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സൺഡേ റൈഡ്. ദൂരത്തേക്കൊന്നും എന്തായാലും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരും ചേർന്നിട്ട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക്, നമ്മൾ സ്ഥിരം പോകുന്ന പ്ലേസ് തന്നെയാണ്. കോഴിക്കോടാണ് സ്ഥലം. ഒളോപ്പാറ എന്നാണ് അതിൻ്റെ പ്ലേസിൻ്റെ നെയിം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടെ ഒരു V3 കൂടി ഉണ്ട്. അവിടെ പോയാവോ? മഴയൊന്നും ഇല്ലാത്തൊരു ഡേ കിട്ടി, അങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് വന്ന് നോക്കാം. നൈസ് പ്ലേസാണ്. ഞായറാഴ്ച ഇവിടെ കുറച്ച് തിരക്ക് അധികം കാണും, അല്ലാത്ത ദിവസങ്ങളിൽ ചെയ്യുന്നില്ല. അപ്പോൾ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പെഡൽ ബോട്ടിങ്, അങ്ങനെ സിംഗിളായിട്ട് പോകാൻ പറ്റുന്ന അങ്ങനത്തെ ബോട്ടിങ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ടുണ്ട്. മറ്റേ പെഡൽ ബോട്ടിനൊക്കെ പെർ ഹെഡ് 40 രൂപീസ് എന്താണ് വരുന്നത്, കറക്റ്റ് അറിയില്ല. ഹൗസ് ബോട്ടിൽ പേഴ്സണ് 100 എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ഗൈസ് ഫോണ് പോയല്ലോ. ഇവിടെ ഞാൻ കയറ്റിയാലോ? നമ്മളെത്തിയിട്ടുണ്ട്. എൻ്റെ വീടിനടുത്ത് അത്രയ്ക്ക് അടുത്താണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇവിടെ നിന്ന് കൂടെ എത്തി. അപ്പോൾ കോഴിക്കോട് നിന്ന് കക്കോടി എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് എത്തിയിട്ട് അവിടുന്ന് ചിലപ്പുറം ഒളോപ്പാറ റോഡ് അങ്ങനെ ചോദിച്ചാൽ മതി. ഈ ഒരു റോഡിലേ വരാം, ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോരാം. ഇതിവിടുത്തെ കോറിയാണ് കേട്ടോ. ഒരു 4-5 കൊല്ലത്തിൻ്റെ മുന്നേ ഇവിടെ പൊട്ടിക്കലൊക്കെ നിർത്തിയാണ്. 5 അല്ല, ഏകദേശം 7-8 കൊല്ലത്തോളായും തോന്നുന്നുണ്ട് പൊട്ടിക്കൽ നിർത്തിയാണ്. ഇപ്പോൾ ദേ ഇങ്ങനെ ഇരിക്കുന്നു, ഫുള്ള് വെള്ളം കേട്ടോ. ഈ മുകളിലേക്ക് കാണുന്ന അത്ര തന്നെ താഴത്തേക്കുണ്ട്. എങ്ങനെ അങ്ങോട്ട് ഇറക്കണ്ടല്ലോ, എന്നാൽ നേരെ എവിടെയല്ലേ? പോയോക്കാം, മുന്നോട്ട് പോയേക്കാം. ഇവിടെയുണ്ട് ചെറിയ ബോട്ടിങ്ങൊക്കെ, ചെറുതല്ലല്ലോ. ഈ ഒരു ലെഫ്റ്റാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു കിഡ്സിനൊക്കെ പറ്റിയ ഒരു പാർക്കിംഗ് അങ്ങനത്തെ ഒരു സൗകര്യം സെറ്റാക്കിയിട്ടുണ്ട്. ഇതേ ആ വഴിക്കും പോവാം. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു താഴത്തെ കൂടെ അവിടെയും കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിലങ്ങനെയൊന്നുമില്ല. പോകുന്ന വഴിക്ക് ഒരു ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ് മാരത്തെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെന്താ, അവിടെ പുതിയ എന്തൊക്കെയോ ഐറ്റംസൊക്കെ വരുന്നൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തിച്ചെല്ലാനുള്ള ഒരു വഴിയാണ് കേട്ടോ. നേരെ ഈ ഒരു ചെറിയൊരു കയറ്റം കയറി അവിടെ ഇറങ്ങിയാൽ മതി. മറ്റേ കൂടെ കുറച്ചുകൂടി ഒരു കാഴ്ച ഉണ്ട്, അത്രേ ഉള്ളൂ. കുറച്ച് ലോങ് അടിക്കാൻ വേണ്ടി പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചായിരുന്നു. പക്ഷേ ചില കാരണങ്ങളാൽ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് നെക്സ്റ്റ് സൺഡേ ആയിരിക്കും. ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കോഴിക്കോട് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളി. ഇനിയിപ്പോൾ എല്ലാ സൺഡേയും ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു ചെറിയ റൈഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇതാണ് നമ്മുടെ പ്ലേസ്. നേരെ തോണിയത് തലവത്തിന് വെച്ചേക്കുന്നത്. ഈ വഴി കൂടി കേട്ടോ ഇങ്ങോട്ട് എത്തുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ആ റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ റീൽസ് ചേട്ടൻ വലയൊക്കെ ഇടുന്നുണ്ട്. അതെ, ഈ ഒരു ബോട്ടൊക്കെ ഒരു 4-4:30 ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യും, ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. വെയിൽ ചേർത്തോടത്തെ ഇവിടെ നോക്കിയോ, കുറച്ചുകൂടെ മുന്നേ എടുത്തോ. വെയിലാടോ. എടയ്യാ എടയ്യാ പോയോക്കല്ലേ, പോയിട്ട് വരാം. പോവാം. അപ്പോൾ ഇതാണ് മെയിൻ സ്പോട്ട്. ഞാനിപ്പോൾ ഈ ഒരു ഒളോപ്പാറ കംപ്ലീറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗൈഡ് തരാൻ വെച്ചിട്ടാണ്. ഇങ്ങനെ ഉണ്ടാവും ഏകദേശം കാണാനൊക്കെ. വിട്ടോ മുന്നിലെടുത്തോ. അയ്യോ റേസ് നിർത്തിയടാ. പോട്ടെ. അയ്യോ ഒരിക്കൽ കൊടുത്ത എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഒരു റോഡ് നേരെ പോകുന്നത് ഒളോപ്പാറയിൽ നിന്ന് പാവേൽ ചീപ്പ് അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള വഴിയാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കണ്ടെടുത്ത് അങ്ങനെയൊന്നല്ല ആൾക്കാരുണ്ടാവുക. ഇന്നിപ്പോൾ സൺഡേ ആണ്, സമയം ഏകദേശം 3:15 ഉള്ളൂ. ഒരു 4-4:30 ആയി കഴിഞ്ഞാൽ നല്ല ആൾക്കാരായിരിക്കും. പറഞ്ഞ മാതിരി 2 സൈഡിലും കാറൊക്കെ ആയിട്ട് നടുവ് കൂടെ ബൈക്കിന് പോകാൻ തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഇവിടെ ആൾ വരും. ഈ പോകുന്ന വഴി കാറുകളിലൊക്കെ വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു റോഡുണ്ട്, ആ റോഡ് കൂടെയാണ് വലിയ വെഹിക്കിൾസൊക്കെ പോവുക. ഇവിടെ കണ്ടൊരു ഡിനോസറിനെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട്. ഈ വഴിയൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്സ് തപ്പിയാൽ കിട്ടിയെന്ന് വരില്ല. ഈ ഒരു പാവയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കാണിക്കുന്ന വഴി മറ്റേ ആ റോഡായിരിക്കും. ഇതിലൂടെ ഒരു കാറിന് പോവാം, അപ്പുറത്തുനിന്നൊരു കാറൊക്കെ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഒരു വഴിയാണ്. ഗോപ്രോയിൽ എത്രത്തോളം വൃത്തിയായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല.
അതെ ഇതാ ഇവിടെ എത്തിച്ചേരും. എന്താ വെച്ചാൽ നമ്മൾ മറ്റേ റോഡ് കൂടെ നമ്മൾ പറഞ്ഞല്ലോ വേറെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു റോഡുണ്ട്, അതിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്കല്ല എത്തുക, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് എത്തുക. ഇതിൻ്റെ വേറൊരു സൈഡ് തന്നെയാണ്. ഓ ഓക്കെ. ഇങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, രണ്ട് സൈഡിൽ വെള്ളമൊക്കെ ആയിട്ട്, നടുവ് കൂടെ ഇങ്ങനത്തെ ഒരു പാലമുണ്ട്. അപ്പോൾ ഒളോപ്പാറ തപ്പി വരുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു സൈഡ് അറിയണമെന്നില്ല. കണ്ടില്ലേ, ഇത് നമുക്ക് ലെഫ്റ്റിലേക്കും കുറച്ച് വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. എന്താ പറയുക, വ്യൂ പോയിൻ്റ് ആയിട്ടൊന്നുമില്ല, നമുക്കിങ്ങനെ വെള്ളത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇവിടുത്തെ റോഡിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മഴ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം കയറും കേട്ടോ, റോഡിൻ്റെ മുകളിലേക്കൊക്കെ. ഇത് കണ്ടില്ലേ, നമുക്കിവിടെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്, ഇവിടെ വരെ ബോട്ട് കൊണ്ടുവരാം. നമ്മൾ അപ്പുറത്തെ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിലേക്കല്ല എത്തുക, വേറൊരു റോഡിലേക്കാണ്. ഞാനത് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു റോഡിൽ വരികയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്താ പറയുക, എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ടാവണമെന്നില്ല. ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് നീങ്ങാം. അപ്പോൾ ഗൈസ് ഇതേമാതിരിയൊക്കെയാണ് ഇവിടെ ഒളോപ്പാറയൊക്കെ വന്നേക്കുന്നത്. അയ്യോ ഇപ്പോൾ കാറൊക്കെ എടുത്ത് വന്നാൽ അതേ വണ്ടിയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടില്ലേ, അതേമാതിരി അവിടെയൊക്കെ കൊണ്ട് വെക്കാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് ഇവിടെ സൈഡാക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തന്നെ ഇവിടെ കല്ലും തപ്പി നടക്കുന്നുണ്ട് കുറേ നേരമായി. ഞാനതാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അതെ മഴയതൊക്കെ ഇവിടെ ഭയങ്കര രസമാട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ വെള്ളം കയറി വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും, പക്ഷേ നല്ലൊരു മഴ ചെയ്താൽ വരും. അതാ ആ ഒരു വഴി ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടെ വണ്ടിയും വെള്ളമൊന്നും വരില്ല. അപ്പോൾ അതുവരെ ഉണ്ടാവുള്ളൂ ഈ കാരണം പരിപാടിയൊക്കെ. ഇവിടെ കുറേ ആൾക്കാർ വരുന്നതാണ് ഇതേമാതിരി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു നൈസ് സ്പോട്ടാണ്, ഒരു ഈവനിങ് ഡേ അല്ലെങ്കിൽ ഒരു ഓഫ് ഡേ ഒക്കെ വന്നിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ വേറെ പരിപാടികളൊന്നും നടക്കില്ല, വെള്ളടിയും പുകവലി അങ്ങനത്തെ സീനൊന്നും നടക്കില്ല. മീൻസ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ കുറച്ചൊരു സ്ട്രിക്റ്റാണ്. പറഞ്ഞ മാതിരി ഇപ്പോൾ അത്യാവശ്യം പുറത്തുനിന്നുള്ള ആൾക്കാർ ടൂറിസ്റ്റുകൾ വരെ ഇവിടെ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് ഇത് അങ്ങനത്തെ ഒരു പ്ലേസായി പോകേണ്ടതെന്ന് വെച്ചിട്ടായിരിക്കും ഇവിടെ ഈ പുകവലി വെള്ളടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. നമുക്ക് ഈ ഒരു വഴിയിലൊന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്യുന്നതും തെറ്റാണ്. അപ്പോൾ ഓക്കെ, ബാക്കി ഇനി അടുത്ത റോഡിലേക്ക് പോയി കാണിച്ചു തരാം. ഇത് ഈ റോഡ് ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ, നേരെ ഒരു കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 3/4 കിലോമീറ്റർ ഇങ്ങനെ തന്നെ നേരെ ഉണ്ട്. ഒരു ഡെഡ് എൻഡിൽ പോയി നിൽക്കും, അവിടെ പിന്നെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു പോകുന്ന വഴി മാത്രമേ ഉള്ളൂ ഈ ഒരു മനോഹരമായ വ്യൂ. ഇത് കുറേ നേരമായല്ലോ. സിനിമാറ്റിക് എടുക്കുക, 3x ഒക്കെ എടുത്തോ, 3x എടുത്തോ, സെറ്റല്ലേ? ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കയറിപ്പോവും. ആ ഓക്കെ, റെഡിയാ? അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു റോഡിൻ്റെ എൻഡിൽ എന്താ ഉള്ളതെന്നുള്ളത് കാണിച്ചു തരാം. അതെ, മച്ചാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ കല്ലൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചായിരുന്നു. ഓക്കെ പോട്ടെ. അപ്പോൾ ഗൈസ് ഈ ഒരു വണ്ടി സെയിലുള്ളതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അടുത്ത് തന്നെ ഇടാം. ഇപ്പോൾ ഡ്യൂക്ക് 200 ആണ്, 2016 17 മോഡൽ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു വഴി കാണിച്ചു തരാം. ഇവിടെ ബോട്ട് ഇറക്കുന്നതാണ് കേട്ടോ. ഇവിടെ മുകളിലുള്ള ആരടുത്തോ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. തോണിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ തോണിയൊക്കെ ഇറക്കുന്നൊരു സ്പോട്ടാണ്. പാവേൽ ചീപ്പ് ഫെസ്റ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു ഫെസ്റ്റ് ഉണ്ടാവൽ കഴിഞ്ഞ തവണ ഉണ്ടായത് ഈ ഒരു റോഡിൻ്റെ എൻഡിലാണ്. മീൻസ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഡെഡ് എൻഡ് ഉണ്ട് പറഞ്ഞില്ലേ, അതിനടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഒരു ഗ്രൗണ്ടിൽ നിന്നായിരുന്നു കഴിഞ്ഞ തവണ ഈ പറഞ്ഞ മാതിരി പാവേൽ ചീപ്പിൻ്റെ ഫെസ്റ്റ് ഫുള്ളായിട്ട് ഉണ്ടാവും. ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും, പക്ഷേ ഇവിടെ ഇങ്ങനെ കുറേ നടന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിരുന്നു മെയിൻ പരിപാടിയൊക്കെ.
വെള്ളത്തിന് പൂപ്പ് വരുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ അങ്ങനത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഇതൊന്നും അധികം ആൾക്കാർക്ക് അറിയില്ല കേട്ടോ. മീൻസ് പുറത്തുനിന്ന് വരുന്ന ഒളോപ്പാറ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അറിയില്ല. ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അത്തോളി എന്ന് പറഞ്ഞ ആ ഒരു റോഡിലേക്ക് എത്തും. ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം കയറും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും കുറച്ചുണ്ട്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ആൾക്കാരൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഇപ്പിടപ്പിയ. ഇവിടുന്ന് അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കാനുണ്ട്. അങ്ങോട്ട് പോയി നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഈ വെള്ളത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോവാം. ഈ റോഡിൻ്റെ സൈഡ് വീതി തകർന്നതിനാൽ ഹെവി വെഹിക്കിൾസ്, ലോറി, ടിപ്പർ മുതലായവ ഇതുവഴി കടന്നു പോകുന്നത് നിരോധിച്ചിരിക്കുന്നു. ബൈക്ക് കൂടെ അതൊക്കെ പോകുമോ? അപ്പോൾ ഓക്കെ, ബൈക്കിന് പോവാം. ബൈക്കിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് അവിടെ വരെ പോകാൻ തോന്നുന്നുണ്ട്. പോയി നോക്കണേ, പിന്നെ ഒരു ദിവസം നമുക്ക് പോയി നോക്കാം. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. ആൾക്കാർ ഇതേ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അത്തോളി, നിങ്ങൾക്ക് അങ്ങനെ പൂളടിക്കുന്ന്, അങ്ങനെ തിരിച്ച് ഉള്ളേരി ഭാഗത്തേക്കാണെങ്കിലും ആ റോഡിന് തന്നെ പോകാം. നമുക്ക് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പാവേൽ ഫെസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നടന്നുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ട്, അത് ഈ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ അതേ വാഴയോ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിരുന്നു. ആ ഒരു ടൈമിലാണ് ഇവിടെ ഈ പാവേൽ ഫെസ്റ്റ് ഇവിടുന്ന് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത്. എല്ലാ കൊല്ലത്തിലും ഉണ്ടാവലുണ്ട്. ഭയങ്കര പരിപാടിയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ വന്നു പോകുന്ന പരിപാടിയാണ്. ഇപ്പോൾ കോഴിക്കോടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാവേൽ ഫെസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ലോണം ആൾക്കാർ വരും. എന്താ പറയുക, ഭയങ്കര ക്രൗഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിലൂടെയാണ് വഴി. ഇതിലൂടെ ബൈക്സ് ഒന്നും അലൗഡ് അല്ലായിരുന്നു ആ ടൈമിൽ. വണ്ടികൾ വരും, ഇതിലൂടെയുള്ള വീട്ടുകാരൊക്കെ വരും. അല്ലാത്തവരൊക്കെ നടന്നിട്ടാണ് വരില്ല. വണ്ടി അപ്പുറത്ത് വെച്ചിട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വഴിയൊന്നും എന്താ പറയുക, ഇങ്ങനെ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും വന്ന് അലമ്പൊന്നും ഉണ്ടാക്കരുതേ, ഭയങ്കര വിഷയമാണ്. അയ്യോ, കുട്ടേട്ടൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോഴും അടിപൊളി സാധനങ്ങൾ കിട്ടിയ അങ്ങനെ പറ. അല്ലാണ്ട് ഫോണിൻ്റെ അല്ലേ ഇതടി കൊണ്ട് സ്ഥാപിക്കേണ്ടത്. ഇവനും അവൻ്റെ ഒരു കല്ലും. നമ്മൾ വെച്ചാൽ അവിടെ കുരണ്ടി അയാളെ പോടോ എടുത്ത് ഒന്നില്ലേ. അപ്പോൾ അനക്കെങ്ങനെ വണ്ടി വരെ 90 ഡിഗ്രിയിൽ നിൽക്കണമല്ലേ? എടാ നമ്മൾ ജി എവിടെ പോയി? ഇവിടത്തെ പോയോ രാഹുൽ ജി? അപ്പോൾ അതെ, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി ഉണ്ട്. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ, എടാ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അണ്ടിക്കോടല്ലേ? ആണാണ്. ആ പറമ്പത്ത്. ഈ റോഡ് നേരെ പോയി അങ്ങോട്ടാ? ആണ്, അതെ. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അണ്ടിക്കോടേക്കാണ്. അവിടുന്ന് പിന്നെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ഉള്ളേരെത്തും. ലെഫ്റ്റ് പോയാൽ ഈ പറഞ്ഞ പൂളാടിക്കുന്ന് ആ റോഡിലെത്തും. എന്തിനാ? അങ്ങനെ മോട്ടോർ സൈക്കിളിൻ്റെ ഹൈറ്റ് കൂട്ടുന്ന ഹാക്കാണ് കേട്ടോ. പുറത്ത് വിട്ടിട്ടില്ല.
കുപ്പി പാട്ട വരെ യൂസ് ചെയ്യും ഈ ഒരു പരിപാടിക്ക്. കൊള്ളാം. പിന്നെ സ്റ്റോറേജ് ഫുള്ളാക്കൂലേ? ഇതിനോട് കയറുന്നൊരു വീഡിയോ എടുത്താലോ? കണ്ണാപ്പിസം ഇത് അറ്റത്തുള്ളായിരിക്കും അല്ലേ? കമ്പ് ചെറിയ കമ്പ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇനിയിപ്പോൾ പണിക്കും പോകണ്ട, വീട്ടിലിരുന്നേ കൊളാബോ. അന്നെടുക്ക്. ഇതൊക്കെ മീൻ പിടിക്കാൻ വരുന്നതാണ് കേട്ടോ. You know that I love you, God. വ്യൂ കണ്ടില്ലേ യജാതി. ഷട്ടർ ക്ലോസ് ചെയ്യുന്ന ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സെറ്റിങ്സ് ആണെന്ന് തോന്നുന്നുണ്ട് കാണുന്നത്. വീഡിയോ എടുക്കാം. പോരാ ഇതും ഉളവപ്പാറയുടെ ഒരു ചെറിയ ഭാഗം. അവിടേക്ക് വെള്ളം പോകുന്ന എവിടെ നിന്നാണ്?
ഇരിക്കുന്നത് കുറുങ്ങോട് ദേവസ്ഥാനം. സ്ഥലം കണ്ടില്ലേ? എടാ നവനീത, ഞാൻ അവിടുന്ന് ഇങ്ങനെ നടന്നിങ്ങോട്ട് വരും, ഇവിടേക്ക് ഇങ്ങനെ വരും. അതിങ്ങനെ വീഡിയോ എന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കും. അപ്പോൾ ഈ ഒന്ന് ആംഗിൾ മാറ്റിയിട്ട് വണ്ടിയുടെ അടുത്തേക്ക് കേട്ടോ. 3x ഓക്കെ ഓക്കെ റെഡിയാ? ആ കോസ്റ്റ്യൂംസ് ഒന്നുകൂടെ സെറ്റ് ആക്കേണ്ടിയിരുന്നു അല്ലേ? ഐഫോണിലെന്ത് കോസ്റ്റ്യൂം വന്നിരിക്കുന്നു ആരറിയും? 3xൻ്റെ പവറില്ലല്ലോ. ഏ ഈ റോഡൊന്ന് പോയി നോക്കി വരാം. ഓ, ഈ ഒരു വൈസറിൻ്റെ വലിപ്പം കൊണ്ട് മുന്നോട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? രണ്ട് സൈഡിലും വെള്ളം. നല്ലൊരു മഴ പെയ്താൽ ഈ റോഡിലും വെള്ളം കയറുമെന്ന് തോന്നുന്നുണ്ട്. ഞാനിവിടെ എത്ര എടുത്തുണ്ടായിട്ടും ഈ ഒരു റോഡിന് ഇത് ആദ്യമായിട്ട് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? റൈറ്റ് വേണം. എന്തൊക്കെയുള്ളതെന്ന് അറിയാലോ. ഈ പ്രദേശത്ത് മാലിന്യം. ആ ഓക്കെ, എൻട്രി റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരിക്കുന്നു. എന്തൊക്കെയാ കാണാനുള്ളത്? വെള്ളം അത്ര ദൂരെയായിപ്പോയി. നല്ലൊരു വൈബ് പ്ലേസ് അല്ലേ? രണ്ട് സൈഡിലും തെങ്ങും അതിനടിയിൽ കൂടെ റോഡും. തിരക്കേടില്ലാത്ത റോഡായതുകൊണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ റോഡാണെങ്കിൽ കഴിഞ്ഞാൽ. ഓ നൈസ്. എന്താ എഴുതി വെച്ചിട്ടുണ്ടല്ലോ? അല്ല, പക്ഷെ എന്നാലും ഈ വഴി വേണ്ട. വിട്ടാലോ? എന്നിട്ട് അല്ലേ ഈ വാ
താഴത്തോട്ട് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ, തലറുകുന്ന. എന്താ കാണിക്കുന്നത്? പോവാ പോവാ. പോവാ. എവിടുന്ന് ആരോ വെട്ടിവെച്ച് വലിച്ച് വന്നു തോന്നുന്നുണ്ട്. പോരാൻ പറ. ഇങ്ങോട്ട് വാ. പോവാ. ആ വിളിച്ചോട്ടെ. നീ അങ്ങോട്ടാന്നോ പോണ്ടപ്പോ? ഗൈസ്, അപ്പോൾ അതെ തിരിച്ച് നമ്മുടെ ഉളവപ്പാറ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ ഫസ്റ്റ് കാണുന്ന ആ ഒരു പ്ലേസിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ടാവും. 1 2 3 4 4:10 4:30 ആകുമ്പോഴത്തേക്ക് അവിടെ ആളെത്തി കൂടുന്നതാണ്. ഇന്ന് പോയി നോക്കാം. മീൻ പിടിക്കാൻ ഒരുപാട് ആൾക്കാർ എത്തിക്കുന്നു കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ മീൻ പിടുത്തത്തിൻ്റെ സമയമാണ്. പുറത്തുനിന്ന് ആരെങ്കിലും ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെ വലിയ എക്സോസ്റ്റൊന്നും ഇട്ട് പൊട്ടിക്കാനും കാര്യത്തിനും നിൽക്കണ്ട. കൂളായിട്ട് വരിക, കൂളായിട്ട് പോവുക. ആ ഒരു സ്കീമാണെങ്കിൽ മാത്രമേ നന്നാവുള്ളൂ, അല്ലെങ്കിൽ വിഷയമായിരിക്കും. ഇല്ലേ, കുറേശ്ശെ ആളെത്തി തുടങ്ങി. നമ്മൾ ബാക്ക് ടു ദാറ്റ് സ്പോട്ട്. ബോട്ട് നെയ്യ് തുടങ്ങി. അതിൽ ആൾക്കാരും കയറി തുടങ്ങി തോന്നുന്നുണ്ട്. 2 3 ബോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടോ.
നമ്മൾ ഫസ്റ്റ് വന്നില്ലേ ആ കോറിയൊക്കെ ഉള്ള ഭാഗം, ആ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ബോട്ടിലേക്ക് കയറാം. അപ്പോൾ അങ്ങനെ കയറിയവരവരൊക്കെ ഒരു ബോട്ട് ഇവിടുന്ന് നീങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാം. രാവിലെ ഇപ്പം എണീറ്റിട്ടല്ലേ രാവിലെ? എന്നാ അടയ്ക്ക് പോകാൻ എന്താ ചായ അടിക്കാൻ എന്താ ഇരിക്കുക? അവിടെ പോയി കുത്തിരിക്കാനാ? എന്താ അവസ്ഥ? വണ്ടിയുടെ കളിക്കാൻ പോവാ? ഞാൻ വേട്ടെ? ആ ഞാൻ വിട്ടോ. ആ Shall we have a tea? മിസ്റ്റർ രാഹുൽ, ₹1.40 എന്തൊക്കെ കിട്ടും? ഈ പോയായിരുന്നു ആക്കെ പോരെ പോയിട്ട് ഇപ്പൊ സെന്റ് ചെയ്യണം. ചാടിക്കാൻ വായിക്കാം. ബാബാ പോരും പോരും ആയിരിക്കും. അല്ലേ സീറ്റ് കിട്ടൂല. ടീം വരുന്നുണ്ട്. എന്നെ ആ പറ. ശരി എനിക്ക് കേട്ടണ എനിക്ക് ഒരു കോഫി തരണം. കോഫി ശരി, കോഫി ഇല്ലാത്ത ചായക്കടയോ തട്ടുകടയാണെന്ന് പറഞ്ഞത്. ചേച്ചി കോഫി ഉണ്ടോ? കോഫി കോഫി ആ എന്നാൽ ഒരു കോഫി ഒരു എന്നാൽ 2 കോഫി ഒരു കട്ടൻ കേട്ടോ. ആ കടികൾ എന്തൊക്കെയാണുള്ളത്? ഒരു സെക്കൻഡ് ഇപ്പോൾ പറഞ്ഞുതരാം. ഞങ്ങളിവിടെ പുറത്തന്നെ ഉണ്ടേ. ബോണ്ട, പഴംപൊരി, ഗ്രീൻ പീസ്. ഗടികൾ എന്താ പറയണ്ടേ? ഗടി എന്താ പറയണ്ടേ? ബോണ്ട ഉണ്ട്, പഴംപൊരി ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ടോ അല്ലേ? എന്താ അതിൻ്റെ പേര്? ബോണ്ട, പഴംപൊരി, ഗ്രീൻ പീസ്. ചോള നോക്ക ചില്ലറല്ലേ? 3 ഫോണ്ട അറിയാലേ? അത്